ഇനിയും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസും മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ഈ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാകും. ഹലോ ഫ്രണ്ട്സ്, ആൻഡ്രോ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് അർജുൻ. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മൊബൈലിൻ്റെ സ്റ്റാറ്റസ് ബാറിൽ വരുന്ന കുറേ ഐക്കൺസുകളെ കുറിച്ചാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഐക്കൺസ് എന്ന് പറയുന്നത്. നമുക്ക് അറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ ഒരുപാട് ഐക്കൺസുകൾ, എൻ്റെ അറിവിൽ ഏകദേശം 80-90 തരത്തിലുള്ള ഐക്കൺസുകൾ നമ്മുടെ സ്റ്റാറ്റസ് ബാറിൽ ഉണ്ട് എന്നാണ്. അപ്പോൾ ചില ഐക്കൺസുകളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. മൊബൈലിൻ്റെ സിഗ്നൽ സ്ട്രെങ്ത്, മൊബൈൽ ബാറ്ററി പെർസെൻറ്റേജ്, അതുപോലെ വൈഫൈ, ബ്ലൂടൂത്ത്, ഹോട്ട്സ്പോട്ട് തുടങ്ങിയ ഐക്കൺസുകളൊക്കെ നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. എന്നാൽ ചില ഐക്കൺസുകൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത ചില ഐക്കൺസുകൾ വരും. അപ്പോൾ അറിഞ്ഞുകൂടാത്ത ചില ഐക്കൺസുകൾ ഐക്കണുകൾ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അറിയാവുന്നവരുടെ അടുത്തേക്ക് പോകും, ഇതെന്താണ് ഐക്കൺസ് എന്ന് അറിയാൻ വേണ്ടി. കാരണം ഐക്കൺ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ അതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഐക്കണുമായി ബന്ധപ്പെട്ടുള്ള ഫീച്ചേഴ്സിൽ പോയിട്ട് നമുക്കത് ഓഫ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓഫ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഐക്കൺ അങ്ങനെ തന്നെ ഫോണിൽ കിടക്കുകയും ചെയ്യും. അപ്പോൾ ചിലർ അത് ആരെങ്കിലും അറിയാവുന്ന അടുത്ത് കൊണ്ടുപോയി അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഓഫ് ചെയ്യും. ചിലരാണെങ്കിൽ അത് ഐക്കൺ അല്ലേ, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അവരത് ആ ഫോണിൽ അങ്ങനെ വെച്ചുകൊണ്ട് തന്നെ നടക്കുകയും ചെയ്യും. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ചില ഐക്കണുകൾ അപകടകരമായിട്ടുള്ള ചില ഐക്കൺസുകളായിരിക്കും. കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ വരുന്ന ചില ഹീറ്റിംഗ് പ്രോബ്ലംസ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റാം സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ്, ഫോൺ ഓവറായി ഹീറ്റ് ആവും, അങ്ങനെ തുടങ്ങിയ പ്രോബ്ലംസുകൾ വരുമ്പോൾ ചില ഐക്കൺസുകൾ വരാറുണ്ട്. അത്തരം ഐക്കൺസുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ചില നമുക്ക് വരുന്ന മെസ്സേജുകളോ വോയിസ് മെസ്സേജുകളോ മറ്റാരെങ്കിലും ഫോർവേഡ് ചെയ്ത് എടുക്കുന്നുണ്ടെങ്കിൽ അത്തരം ഐക്കൺസുകൾ നമ്മുടെ മൊബൈലിൽ വരാറുണ്ട്. അതും ഡേഞ്ചർ ആയിട്ടുള്ള ഐക്കൺസുകളാണ്. അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി അത്തരം ഐക്കൺസുകൾ ഇന്നതിൻ്റെ ആണെന്ന് മനസ്സിലാക്കി അത് ഓഫ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഡേറ്റാസുകളും നമുക്ക് വരുന്ന കോളുകളും ഒക്കെ ഹാക്ക് ചെയ്യപ്പെടാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റാറ്റസ് ബാറിൽ വരുന്ന ഐക്കൺസുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഏതൊക്കെ ഐക്കൺസുകളാണ് നമ്മുടെ മൊബൈലിൽ വരുന്നതെന്നും അതുപോലെ തന്നെ ആ ഐക്കൺസുകൾ ഏതിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഐക്കൺസ് ഏതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് മുഴുവനായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. കാരണമെന്ന് പറയുന്നത് ഞാൻ ഈ വീഡിയോയിൽ ഈ ഐക്കൺസ് എല്ലാം കൂടി ചേർത്ത് ഒരു PDF ഫയലാക്കി ഞാൻ എൻ്റെ ഗൂഗിൾ ഡ്രൈവ് വെച്ചിട്ടുണ്ട്. ആ ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്കാണ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി ആ ഒരു PDF ഫയൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. PDF ഫയൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം നിങ്ങൾക്ക് ആ ഒരു PDF ഫയൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. കാരണം ഞാൻ അതിലൊരു പാസ്വേഡ് ഇട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. ആ പാസ്വേഡ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണാം. അവസാനമാണ് ഞാൻ ഈ ഒരു PDF ഫയലിൻ്റെ പാസ്വേഡ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഐക്കൺസുകളെ കുറിച്ച്, നിങ്ങളുടെ മൊബൈലിൻ്റെ സ്റ്റാറ്റസ് ബാറിൽ വരുന്ന ഐക്കൺസുകളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ഐക്കൺ ഏതാണെന്നും ആ PDF ഫയൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ആ PDF ഫയലിൽ വന്നിട്ടുള്ള ഐക്കണുകളും അത് പ്രതിനിധാനം ചെയ്യുന്ന അതിൻ്റെ കാര്യങ്ങളും നമുക്ക് നോക്കാം. നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ലിങ്ക് നിങ്ങളുടെ ഗൂഗിൾ ക്രോം വഴി മാത്രമേ നിങ്ങൾ ഓപ്പൺ ചെയ്യാവൂ. എങ്കിൽ മാത്രമേ ഇത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഗൂഗിൾ ക്രോം വഴിയല്ലാതെ വേറെ ഏതെങ്കിലും ബ്രൗസർ വഴി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഡൗൺലോഡിങ് ആവുകയില്ല. അതുകൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ ഈ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ഒരു PDF ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ആ ഒരു PDF ഫയൽ നിങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ഞാൻ അയച്ചു തരുന്നതുമായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ PDF ഫയൽ ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ ലിങ്ക് വഴി നിങ്ങൾക്ക് കയറി ഡൗൺലോഡ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ തന്നു കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് അയച്ചു തരാം. അപ്പോൾ നമുക്ക് ആ PDF ഫയലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഐക്കൺസുകളും അത് പ്രതിനിധാനം ചെയ്യുന്ന കാര്യങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആ PDF ഫയലിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ PDF ഫയൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫയൽ മാനേജർ വഴി നിങ്ങൾക്കത് ഓപ്പൺ ആക്കാവുന്നതാണ്. നിങ്ങളുടെ ഫയൽ മാനേജർ ഓപ്പൺ ആക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അവിടെയായിട്ട് ഡോക്യുമെൻറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലായിരിക്കും നമ്മുടെ PDF ഫയലുകളെല്ലാം കാണുക. അതിൽ നിങ്ങൾ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത PDF ഫയൽ സെലക്ട് ചെയ്ത് അത് ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ ഫോണിൽ ഇത് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും കാരണവശാൽ ഈ ഒരു ഫയൽ നിങ്ങളുടെ ഫോണിൽ സപ്പോർട്ട് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PDF വ്യൂവർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി ഗൂഗിൾ PDF വ്യൂവർ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഈ ഒരു ഫയൽ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. ഏകദേശം എല്ലാ ഫോണുകളിലും ഗൂഗിളിൻ്റെ PDF വ്യൂവർ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ ഉള്ളതാണ്. ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ഫോണിൽ ഇല്ല
അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഈ ഒരു ഫയൽ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് പാസ്വേഡ് ആയിരിക്കും ആദ്യം ചോദിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഈ ഫയലിന് ഒരു പാസ്വേഡ് ഇട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പാസ്വേഡ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് ഈ ഒരു പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ PDF ഫയൽ ഓപ്പൺ ആക്കാവുന്നതാണ്. ജസ്റ്റ് ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം. പാസ്വേഡ് എന്ന് പറയുന്നത് 1248 എന്നാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, 1248 എന്നാണ് ഈ ഒരു PDF ഫയലിൻ്റെ പാസ്വേഡ് എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ PDF ഫയൽ ഓപ്പൺ ആക്കാവുന്നതാണ്. PDF ഫയൽ ഓപ്പൺ ആക്കുമ്പോൾ ഫസ്റ്റ് ആൻഡ്രോ ക്രിയേഷൻസിൻ്റെ ഒരു ലോഗോയൊക്കെ ആയിരിക്കും വരുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കാതിരിക്കുക. തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താഴോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ വരാൻ സാധ്യതയുള്ള എല്ലാ ഐക്കണുകളും ഇവിടെ കാണുവാൻ സാധിക്കും. നിങ്ങളുടെ സ്റ്റാറ്റസ് ബാറിൽ വരാൻ ചാൻസ് ഉള്ള എല്ലാ ഐക്കണുകളും ഇവിടെ കാണുവാൻ സാധിക്കും. ഏതെങ്കിലും ഐക്കണുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ PDF ഫയൽ ഉപയോഗിച്ച് ഈ ഒരു നിങ്ങളുടെ ഫോണിൽ വന്നിട്ടുള്ള ഐക്കൺ ഏതാണെന്നും അത് എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു, ഏതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐക്കൺ ആണെന്നും എല്ലാം നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഒരുപാട് ഐക്കണുകൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഏകദേശം എല്ലാം വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു PDF ഫയൽ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് മിക്കവാറും നിങ്ങൾ സൂക്ഷിച്ച് വയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം എന്ന് പറയുന്നത് ഇപ്പോഴല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ ഒരു PDF ഫയൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്രയോജനപ്രദമാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ടെക് ടീംസ്.